അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി അയക്കോറ ഫ്രൈ, അതേപോലെ തന്നെ കക്ക ഫ്രൈ. അയക്കോറ തേങ്ങ മുളക് അരച്ചിട്ട് കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അയക്കോറ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, അതേപോലെ തന്നെ വേപ്പില, ഒരു അരമുറി ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി, അതേപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. എപ്പോഴും നമ്മൾ മീൻ കായം പുരട്ടുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി മീൻ പൊരിക്കാൻ ഇട്ടാൽ. ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വലിയ ഫിഷായ കാരണം. അപ്പോൾ എന്നിട്ട് കായം പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 10 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വേപ്പില, പച്ചമുളക്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ചതച്ച് വെച്ച ചേരുവ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി എടുത്തിട്ട് കഷ്ണാക്കിയിട്ട് മുറിച്ചിടുക. അതിന് ശേഷം ഈ തക്കാളി വഴന്ന് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ കറിയിലേക്ക് നല്ലൊരു കളറ് കിട്ടാനാണ് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല കളറുണ്ടാവും കറി വെച്ചാൽ, തേങ്ങരച്ച കറിയൊക്കെ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പകുതി അരിച്ചൊഴിച്ച് കൊടുക്കുക, പകുതി അരിക്കാതെ ഒഴിച്ചു കൊടുക്കുക. എന്നെങ്കിലാണ് കറിക്കൊരു തിക്ക് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കറി വെച്ചാൽ. കുടംപുളി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മാങ്ങ, പിന്നെ പകുതി പുളി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ 5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമ്മൾ വറ്റി വരുമ്പോൾ മീനിട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെക്കട്ടെ. കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. ചോറിലേക്ക് അതേപോലെ കൈപ്പത്തിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി. അത് അയില കറി വെച്ചാലും അയിലയും വലിയ മത്തിയൊക്കെ ഇതേപോലെ കറി വെക്കാം. അതിന് ശേഷം ഞാൻ ഇന്ന് കക്ക ഫ്രൈ ചെയ്യുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് തേങ്ങാ ചമ്മന്തി ഇട്ട് കൊടുക്കണില്ല, വെറുതെ ഫ്രൈ ചെയ്യണം. അപ്പം ഞാൻ കക്ക ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞതിൻ്റെ ശേഷമാണ് കക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒന്നും കൂടി വൃത്തിയായി കോട്ടയെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഒരു 1/4 ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ ഒരു സവാള, അതേപോലെ 2 പച്ചമുളക്, വേപ്പില, ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കക്ക ഫ്രൈ ചെയ്താൽ. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമലൈക്കും. അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു സബ്സ്ക്രൈബ് തരണം. ഇന്നത്തെ ചോറ്, കക്ക ഫ്രൈ, അയക്കോറ, അതേപോലെ തന്നെ അയക്കോറ കറി വെച്ചത് അടിപൊളിയാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. അസ്സലാമലൈക്കും.